ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാനൊരു വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇടുന്നത്. അതിനുവേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാനൊരു 3 അല്ലി കുടംപുളി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് ഞാൻ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കാനായിട്ട് വെച്ചു. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനായിട്ട് ഞാൻ തേങ്ങ, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പ് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ജാറിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് അരപ്പ് നന്നായി കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില, കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന കൊഴുവ അഥവാ നെത്തോലി അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും എരിവും എല്ലാം പാകത്തിനാണോ എന്ന് നോക്കാം. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായി വരണം. നമ്മുടെ മീൻ കറി ഒരുവിധം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന കൊഴുവ കറി, നെത്തോലിക്കറി റെഡി ആയിട്ടുണ്ട്. ഒരല്പം മീനും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നെത്തോലി ഞാൻ മസാല തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. മസാല തിരുമ്മി വെച്ച മീൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് തിരുമ്മി വെച്ച മീനാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊന്ന് നമുക്ക് മറച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊരിച്ചെടുക്കണം. അങ്ങനെ നെത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്.